ഹായ്, ചക്രു സ്റ്റോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ആറന്മുളയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചല്ല, ചെന്നൈയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തെക്കുറിച്ചാണ്. 'മഹാഭാരതത്തിലെ പാർത്ഥന്റെ സാരഥിയായ കൃഷ്ണ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ചെന്നൈയിലെ പാർത്ഥസാരഥി ക്ഷേത്രം. ചെന്നൈയിലെ തിരുവല്ലിക്കേണി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ആണ്, 20 മിനിറ്റ് യാത്ര. ക്ഷേത്രം തുറക്കുന്ന സമയം സാധാരണ പോലെ രാവിലെ 6 മണി മുതൽ 12 മണി വരെയും അതുപോലെ വൈകുന്നേരം 4 മുതൽ 9 വരെയും ആണ്. ക്ഷേത്രത്തിലേക്കുള്ള ബസ് നമ്പർ ഇതൊക്കെയാണ്. ആറാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ ഒന്നാമൻ രാജാവാണ് ഇത് ആദ്യം പണി കഴിപ്പിച്ചത്. ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ 5 രൂപങ്ങളാണ് ഉള്ളത്. ചെന്നൈയിൽ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഈ സ്ഥലം പണ്ടൊരു തുളസിക്കാടായിരുന്നു. ചോളരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതേ കാലഘട്ടത്തിലെ നിരവധി ലിഖിതങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും പുറത്തുള്ള മണ്ഡപം വിഷ്ണുവിൻ്റെ വിവിധ രൂപങ്ങളുടെ പ്രത്യേകിച്ച് അവതാര ശില്പങ്ങളാൽ നിറഞ്ഞതാണ്. 8-ാം നൂറ്റാണ്ടിൽ ഒരു പല്ലവ രാജാവാണ് ഇന്നത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പല്ലവ രാജാവായ തൊണ്ടമാസ് ചക്രവർത്തിയാണ് ഈ ഗോപുരം പണി കഴിപ്പിച്ചത്. ഇവിടെ കാണപ്പെടുന്ന കൃഷ്ണന്റെ പ്രതിമയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. മീശയും കയ്യിൽ ഒരു ശംഖും വഹിക്കും. ശ്രീകോവിലിൽ കാണപ്പെടുന്ന ഐക്കണോഗ്രാഫിക്കൽ കോമ്പിനേഷൻ അസാധാരണമാണ്. ഇവിടെ കൃഷ്ണൻ, പത്മിനി, രുക്മിണി, ജ്യേഷ്ഠൻ ബലരാമൻ, മകൻ പ്രത്യുപ്നൻ, പൗത്രൻ അനിരുദ്ധൻ, സാത്വികി എന്നിവരുടായി നിൽക്കുന്നതായി കാണാം. അർജുനന്റെ സാരഥി എന്ന നിലയിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചുള്ളതും വിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളായി നരസിംഹം, രാമൻ, കൃഷ്ണൻ എന്നീ 3 അവതാരങ്ങളുടെ വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഇന്ത്യയിലെ ചുരുക്കം ചില ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. ആയിരത്തി 1750 മുതൽ ക്ഷേത്രത്തിൽ ആഭ്യന്തര സംഘർഷം നിലനിന്നു. വൈഷ്ണവരുടെ 2 ഉപവിഭാഗങ്ങളായ തെങ്കലൈ, വടകലൈ എന്നിവർ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷമായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇടപെട്ട് ഇതിനെ പരിഹരിക്കുകയുണ്ടായി.